കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കാത്ത് ലാബ് നിലച്ചിട്ട 6 മാസം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചതോടെ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ നിർത്തിവെച്ചിട്ട് 6 മാസമായി. 100-ലധികം നിർധന രോഗികളാണ് ബീച്ച് ആശുപത്രിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായി പേര് നൽകി കാത്തിരിക്കുന്നത്. ഉപകരണങ്ങളും മറ്റും നൽകിയ കമ്പനിക്ക് കൊടുക്കാനുള്ള 2.5 കോടിയോളം രൂപ കുടിശ്ശികയായതോടെയാണ് കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചത്. 100-ലധികം ഹൃദ്രോഗികളാണ് ആൻജിയോപ്ലാസ്റ്റിക്കായി ബീച്ച് ആശുപത്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. 2.5 കോടിയോളം കുടിശ്ശികയായതോടെ ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്റ്റെന്റും മറ്റു ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നത് ഏപ്രിൽ 1-ാം തീയതി മുതൽ കമ്പനികൾ നിർത്തിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉപയോഗിച്ച് ആൻജിയോഗ്രാം നടത്തിയിരുന്നെങ്കിലും വൈകാതെ അതും നിർത്തേണ്ടി വന്നു. അതോടെ കാത്ത് ലാബിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. 11 കോടിയോളം രൂപ മുടക്കിയാണ് ബീച്ച് ആശുപത്രിയിൽ കാത്ത് ലാബിന്റെ പ്രവർത്തനം തുടങ്ങിയത്. പ്രവർത്തിക്കാതെ കിടന്നാൽ ലാബിലെ ഉപകരണങ്ങൾ കേടുവരുമെന്ന ആശങ്കയുമുണ്ട്. കാരുണ്യ പദ്ധതി പ്രകാരം സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം.